ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. സച്ചിയാണെങ്കിൽ സുധിയുടെ ഒപ്പം ചേർന്നിട്ട് ചന്ദ്രമതി ആണെങ്കിൽ ശവത്തെ കുത്രം പോലെയുള്ള വർത്തമാനം പറയാണ്. അല്ലെങ്കിൽ അസൂയയും കുശുമ്പൊക്കെ കാണില്ലേ? ഇവിടെ ഒരുത്തി ഉണ്ട്, അവളുടെ വീട്ടിൽ നിന്ന് ഒരു 10 പൈസയുടെ ഉപകാരം കൂടി ഈ പറയണവന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ രേവതി ആണെങ്കിൽ വന്നിട്ട് പറയാണ്, നാണോ മാനോ ഉളുപ്പുള്ള ഒരു ഭർത്താക്കന്മാരും ഭാര്യ വീട്ടിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ല. അതേപോലത്തെ ഒരാൾ തന്നെയാണ് എൻ്റെ സച്ചിയേട്ടനും. അതുകൊണ്ട് എൻ്റെ സച്ചിയേട്ടൻ അങ്ങനെയുള്ള ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേട്ട വശം തന്നെ സച്ചിക്ക് നല്ല രീതിയിൽ സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് രേവതി എന്ന് പറയാനാട്ടോ സുഹൃത്തുക്കളെ. പിന്നീടാണെങ്കിൽ കാണിക്കുന്നത്, സച്ചിയാണെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന സമയത്ത് രേവതി ആണെങ്കിൽ വന്നിട്ട് സച്ചിയുടെ പുറത്തുനിന്നിട്ട് 2 തട്ട് കെട്ടിയിട്ട് പറയുകയാണ്, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോരുതെന്ന്. അപ്പോൾ സച്ചിയാണെങ്കിൽ അയ്യോ രേവതി വേറൊന്നും കൊണ്ടല്ലേ, എന്തെങ്കിലും ചോദിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുള്ളൂ, അങ്ങനെ ഉത്തരം കിട്ടിയാലല്ലേ എൻ്റെ സംശയം അങ്ങോട്ട് തീരുള്ളൂ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആളുകളുടെ ബാധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോരുതെന്ന്. ഇനി നിങ്ങൾ അന്വേഷിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ഇടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങണതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും അഹങ്കാരമൊക്കെ ആദ്യം താമസിക്കാണ്ട് തന്നെ മാറുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടറിയാം.